ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. ബ്രെഡ് വട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിയാക്കി എടുക്കാം. ഇത്രയും പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ, ഇനി പുളിയുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നോർമൽ വറുക്കാത്ത അരിപ്പൊടി തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ തൈരെടുത്ത ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, നമ്മുടെ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വടയുടെ ആ ഒരു പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കൈ വെള്ളം ഒന്ന് നനയിച്ചിട്ട് നമുക്ക് വടയുടെ ഒരു ഷേപ്പിലാക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, അപ്പോൾ അത് നോക്കി നിൽക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മിനിറ്റുകൾ കൊണ്ട് അടിപൊളി വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്